ഇനി നിങ്ങൾക്ക് ഓരോ ഹാൻഡ് സിഗ്നലുകളും എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട്, അതായത് പല ആൾക്കാരും ഇത് പഠിക്കുന്ന സമയത്ത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് 2023 കാർ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 വീലർ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകാനായിട്ട്, പ്രത്യേകിച്ചും 2023 ഈ ഇയറിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത് കാണിക്കേണ്ട ഹാൻഡ് സിഗ്നലുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം 5 തരത്തിലുള്ള ഹാൻഡ് സിഗ്നലുകളാണ് നമ്മൾ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും മനസ്സിലാക്കി പഠിച്ച് ഇരിക്കേണ്ട കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റ്, പ്രത്യേകിച്ചും കാറിൻ്റെയും 2 വീലറിൻ്റെയും നമുക്ക് പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വീട്ടിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളോട് കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് ഓരോ ഹാൻഡ് സിഗ്നലുകളും എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട്, അതായത് പല ആൾക്കാരും ഇത് പഠിക്കുന്ന സമയത്ത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങളിവിടെ നോക്കുക, 5 ഹാൻഡ് സിഗ്നലുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വണ്ടി വലത്തെ സൈഡിലേക്ക് തിരിയുന്നു എന്നുള്ളൊരു ഹാൻഡ് സിഗ്നലാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. ഇത് വാഹനം ഇടതുവശത്തേക്ക് തിരിയാൻ പോകുന്നു എന്ന് കാണിക്കുന്ന സിഗ്നലാണ്. അപ്പോൾ ഈ 2 സിഗ്നൽ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടും നമ്മൾ കൈകൊണ്ട് കാണിക്കുന്നത് ഏകദേശം ഒരു സെയിം മെത്തേഡാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ വലത്തെ കൈ ഏകദേശം കൈയുടെ വെള്ള ഇത് ഇത്തരത്തിൽ റോഡിന് നേരെ വരുന്ന രീതിയിൽ ഷോൾഡർ ലെവലിൽ നേരെയാക്കുന്നതാണ് നമ്മുടെ വണ്ടി വലത്തെ സൈഡിലേക്ക് തിരിയാൻ പോകുന്നു എന്ന സിഗ്നൽ. ഇനി ഈ സെയിം സിഗ്നൽ തന്നെയാണ് ഇടത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് കൈ ഷോൾഡർ ലെവലിൽ വെക്കുക, കൈയുടെ വെള്ള നേരെ മുന്നോട്ട് വരിക. പക്ഷെങ്കിൽ 3 തവണ നമ്മൾ കൈ മുൻവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അതായത് വലത്തേക്ക് തിരിയാനായിട്ട് പോകുന്നു എന്ന് ഇങ്ങനെ നമ്മൾ ഷോൾഡർ ലെവൽ വെച്ച് കൈയുടെ വെള്ള സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് കാണിക്കുക. ഇതാണ് വണ്ടി വലത്തേ സൈഡിലേക്ക് തിരിയുന്നു. ഏകദേശം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. കാരണം പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാനാണ് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നത്. 1 2 3. ഓക്കെ, അതിനുശേഷം കൈ വെളിയിലേക്ക് അകത്തേക്ക് ഇട്ടേക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിനി ഇടത്തെ സൈഡിലേക്കുള്ള സിഗ്നലാണ് കൈ ഇങ്ങനെ നേരെ നിവർത്തി വെക്കുക. അതിനുശേഷം ഈ ഒരു മെത്തേഡിൽ തന്നെ 3 തവണ മുന്നോട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതായത് 1 2 3. ഓക്കെ, ഈ ഒരു സിഗ്നൽ സാധാരണ നമ്മൾ ഇടത്തെ സൈഡിലേക്ക് തിരിയുന്നു എന്ന് പറയുന്ന ഈ ഒരു സിഗ്നൽ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിഗ്നൽ അല്ല. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് അത് യൂസ് ചെയ്യാറില്ല. പക്ഷെങ്കിൽ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട സിഗ്നലാണ് വലത്തെ സൈഡിലേക്ക് തിരിയുന്നു എന്ന് കാണിക്കുന്ന സിഗ്നൽ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി അടുത്തൊരു സിഗ്നൽ നമുക്ക് നോക്കാം. അതായത് തൊട്ട് താഴെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഡ്രൈവർ പിന്നിലായി വരുന്ന വാഹനത്തെ മുൻവശത്തേക്ക് കടത്തിവിടാനായിട്ട് കാണിക്കുന്ന സിഗ്നൽ, അതായത് ഓവർടേക്കിംഗ് സിഗ്നൽ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സിഗ്നൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ്. കാരണം ഈ ഒരു സിഗ്നൽ കാണിക്കുമ്പോഴും നമ്മുടെ കൈയുടെ വെള്ള ഏകദേശം മുന്നോട്ട് ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ ഷോൾഡർ ലെവലിൽ നമ്മൾ നേരെയാക്കി വെക്കുക. അതിനുശേഷം നമ്മളൊരു ഷേപ്പിൽ കറക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ട് കാണിക്കുന്ന സിഗ്നൽ അത് നിങ്ങളെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് സെയിം മെത്തേഡ്, കൈയുടെ വെള്ള ഇതേ ഇങ്ങനെ വരുന്നു. അതിനുശേഷം ഷേപ്പിൽ എഴുതുന്ന ആ ഒരു മെത്തേഡിൽ ഇതേ ഇങ്ങനെ 1 2 3. ഓക്കെ, അപ്പം ഇത് 3 തവണ കാണിക്കാൻ പറയുന്നത് ഒരു 3 സെക്കൻഡ് നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്ക് കാണാൻ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഈ 3 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1 2 3. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ട്. കൈയുടെ വെള്ള നേരെ വരുന്ന രീതിയിൽ ചെയ്താൽ മതി. പിന്നെ അടുത്തൊരു സിഗ്നൽ എന്ന് പറയുന്നത് സ്ലോ ഡൗൺ സിഗ്നലാണ്. സ്ലോ ഡൗൺ സിഗ്നൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് പോകുന്നു എന്ന് കാണിക്കുന്ന സിഗ്നലാണ്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഓർത്തിരിക്കുക. പക്ഷേ ഇത് നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം നിങ്ങളൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ അല്ലെ പഠിക്കുന്നതിന് മുന്നേ ഒക്കെ പല ആൾക്കാർ സ്ലോ ഡൗൺ സിഗ്നൽ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്, ഓർക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെയല്ല സ്ലോ ഡൗൺ കാണിക്കേണ്ടത്. പക്ഷേ ഇതിലുള്ള കൃത്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് കൈയുടെ വെള്ളം നേരത്തെ നമ്മൾ ഇങ്ങനെയാണ് വെച്ചത്. ഇത് റോഡിന് നേരെ താഴോട്ട് വരുന്ന രീതി,
ഇങ്ങനെ ഷോൾഡർ ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം 3 തവണ മേളിലേക്കും താഴോട്ടും താഴ്ത്തുക. അതായത് 1 2 3. ഓക്കെ, ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. 3 തവണ മേളിലേക്കും താഴോട്ടും താഴ്ത്തുക. ഇതാണ് സ്ലോ ഡൗൺ സിഗ്നൽ. അത് കാണിച്ച ഉടൻ തന്നെ നമ്മൾ കൈയെടുത്ത് നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് പിടിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളതാണ് സ്റ്റോപ്പ് സിഗ്നൽ. ഓക്കെ, സ്റ്റോപ്പ് സിഗ്നൽ നിങ്ങൾ നോക്കുക. ഇതും ഈസിയാണ്. ഇത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എൽ ഷേപ്പിൽ, നിങ്ങൾ നോക്കി ഇവിടുന്ന് ഒരു എൽ ഷേപ്പിലാണ് സിഗ്നൽ കാണിക്കുന്നത്. അപ്പം ഇതിന് കൈയുടെ വെള്ള നമ്മുടെ റോഡിൻ്റെ മുൻവശത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ മറ്റേത് ആദ്യത്തെ സിഗ്നലുകളൊക്കെ കാണിച്ചപ്പോഴും കൈയുടെ വെള്ളം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ സിഗ്നൽ കാണിക്കുന്ന സമയത്ത് ഒരു എൽ ഷേപ്പിൽ നമ്മൾ മുകളിലേക്ക് കാണിച്ചാൽ മതി. അതും ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഏകദേശം ഈ ഒരു രീതിയിൽ വരും. ഷോൾഡർ ലെവലിൽ കൈ നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3. ഓക്കെ, അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് കൈ അകത്തേക്ക് ഇടുക. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും സിഗ്നലുകൾ കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുക. വീട്ടിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വണ്ടിയിൽ ഓടിക്കുന്ന ടൈമിലും നിങ്ങൾ ഈ സിഗ്നലുകൾ പ്രധാനമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. സാധാരണ എല്ലാ ടെസ്റ്റ് നടക്കുന്ന സമയത്തും കൂടുതൽ യൂസ് ചെയ്യുന്നത് വലത്തെ സൈഡിലേക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു സിഗ്നലാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് പറയുന്ന ടൈമിൽ സ്ലോ ഡൗണും ചില സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ലോ ഡൗൺ സിഗ്നൽ കൃത്യമായിട്ട് ഓർക്കുക. പിന്നെ വണ്ടി നിർത്തുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ സ്റ്റോപ്പ് സിഗ്നലും കാണിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ സിഗ്നൽ കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ സിഗ്നൽ കാണിക്കരുത്. അത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫെയിലായി പോകും. ഫെയിലായി പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 7 അല്ലെങ്കിൽ 14 ഒക്കെ ദിവസത്തിന് ശേഷമേ നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അത് തന്നെയല്ല, നിങ്ങൾ തന്നെ ചിന്തിക്കുക, നമ്മൾ ഇങ്ങനെ സിഗ്നൽ കാണിക്കുന്നത് റോങ് ആണ്. കാരണം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് കൈ ഇങ്ങനെ നീട്ടി നമുക്ക് സിഗ്നൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിന് നമ്മൾ കൃത്യമായിട്ടും ഈ ഒരു സിഗ്നൽ കാണിക്കുക. ഒപ്പം തന്നെ നമ്മുടെ വണ്ടി ഇടത്തെ സൈഡിലേക്ക് തിരിയുന്നതെന്ന് കാണിക്കാനായിട്ട് നിങ്ങൾ വണ്ടിക്കകത്തുള്ളിലുള്ള ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ സിഗ്നൽ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മതി. ഇനി വണ്ടി ഓടിച്ച് ഈ ഒരു മെത്തേഡ് കൃത്യമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, തൊട്ട് മേളിലും കൊടുക്കാം. നിങ്ങൾ വണ്ടി ഓടിച്ച് ആ സിഗ്നൽ ഇടുന്ന ആ വീഡിയോ കൂടെ ജസ്റ്റ് കാണുക. ഗിയർ ഷിഫ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. ആ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഒപ്പം തന്നെ എച്ചിൻ്റെ ട്യൂട്ടോറിയലും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.